ഹായ് ഹലോ നമസ്കാരം. വിയർ ഹാപ്പി വ്ളോഗ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പുളിയിഞ്ചിയാണ്. നല്ല പാലക്കാടൻ പുളിയിഞ്ചി. അതിനായിട്ട് നല്ല കറുത്ത പുളിങ്ങിയാണ് ആവശ്യം കേട്ടോ. അത് വെള്ളത്തിലിട്ട് വെക്കുക. അത് പുളി കുതിർന്ന് വന്നതിന് ശേഷം 1-2 പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്താൽ മതി. കാരണം പിന്നീട് നമ്മൾ ശർക്കര ആഡ് ചെയ്യണമുണ്ട്. അതുകൊണ്ട് കുറച്ച് ഉപ്പ് മതി. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുക. അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 4 പച്ചമുളകും കൂടി അരിഞ്ഞ് വെച്ചതാണിത്. ഇതുകൂടി അതിലേക്ക് ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ടൊന്ന് തിളച്ച് വരട്ടെ. അത് ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് തീ വച്ചിരിക്കണത്. നന്നായി തിളച്ച് വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചാൽ മതി. അപ്പോൾ ഇതിവിടെ ഇരുന്നിട്ട് നന്നായിട്ട് വേവട്ടെ. ആ പുളിയൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരി ഉലുവയും കൂടി വറുത്ത് കൊണ്ടുവരാം. ഒരു സ്പൂൺ അരിയാണ് നമ്മൾ എടുത്തിരിക്കണത്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പതുക്കെ ഇങ്ങനെ വറുത്ത് കൊണ്ടുവരാം. ഒരു ചെറിയൊരു ബ്രൗൺ കളർ വരണ വരെ ഒന്ന് വറുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇതാണ് അരി നമ്മുടെ ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി നമുക്ക് ഒരു അര സ്പൂണ് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയും കൂടി ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടി ഒന്ന് പൊടിച്ചു കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ പുളി നന്നായിട്ട് വെള്ളമൊക്കെ ഏറെക്കുറെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ശർക്കര ഇട്ട് അത് നന്നായിട്ട് ഇളക്കി ആ ശർക്കരയൊക്കെ അലിഞ്ഞ് അതിലേക്ക് ചേരണം. കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കണം. മധുരവും പുളി എരിവ് ഇതൊക്കെ മൂന്നും കൂടിയൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിനുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ശർക്കര മധുരം കുറവായിരുന്നു. അപ്പോൾ ഒരു 2-3 ചെറിയ കഷ്ണം കൂടി ശർക്കര നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി നന്നായിട്ട് അലിഞ്ഞ് വരട്ടെ. അതും കൂടി അതിലേക്ക് നന്നായിട്ട് അലിഞ്ഞ് വരുമ്പോഴേക്കും ആ പുളി ഏറെക്കുറെ ഒന്ന് കുറുകി വരും. മുഴുവനായിട്ട് വെള്ളം വറ്റണമെന്നില്ല, കാരണം അത് തണുക്കുമ്പോൾ കുറച്ചും കൂടി കട്ടയാവും. അപ്പോൾ ശർക്കരയൊക്കെ നന്നായി അലിഞ്ഞ് വരട്ടെ. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എന്നാലും ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കത് കണ്ടോ. നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. പുളിയും ഉണ്ടാവും കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് നമ്മൾ ലോ ഫ്ലെയിമിലാണ്, തീ ഓഫ് ചെയ്തിട്ടില്ല, നല്ല ലോ ഫ്ലെയിമിലേക്ക് വെച്ചിരിക്കുകയാണ്. ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അരിയും ഉലുവയും കൂടിയിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് പൊടിച്ചു കൊണ്ടുവരാം. ഇത് പൊടിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. ഈ അരിയും ഉലുവയും കൂടി വറുത്തും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിൽ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിൽ നന്നായിട്ട് തിളച്ചിട്ട് മുകളിലേക്കൊക്കെ നന്നായിട്ട് തെറിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇളക്കുമ്പോൾ എൻ്റെ കയ്യുമ്മയ്ക്കൊക്കെ തെറിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, തീ ഓഫ് ചെയ്ത് നമുക്ക് അതിലേക്ക് വറവ് റെഡിയാക്കാം കേട്ടോ. ചട്ടി വെച്ച് അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. 2-3 വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുത്തു. നമ്മളതിലേക്ക് 2 തണ്ട് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. 2 തണ്ട് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി. ഓക്കെ, അപ്പോൾ നമ്മുടെ വറവ് ശരിയായിട്ടുണ്ട്. പുളിയിഞ്ചിക്ക് ചേർത്ത് കൊടുത്ത് നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.